ഹായ് ഫ്രണ്ട്സ്, സ്റ്റെപ്സ് ടു യു കെയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ലണ്ടൻ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ പോയ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ഇതിൽ നമുക്ക് ലണ്ടനിൽ തന്നെയുള്ള ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ പോകുന്നവർക്കും എല്ലാം പെട്ടെന്ന് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ലണ്ടൻ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. കുറച്ച് വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. നമ്മൾ ഇവിടെ എൻട്രൻസ് ഫ്രീ ആണ്, അതുകൊണ്ട് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ് ക്യൂ നിന്നതിന് ശേഷമാണ് ഉള്ളിൽ കിടന്ന് ഒരുപാട് ഇത് കണ്ടോ, ഇതൊരു വലിയൊരു ആനയുടെ ഒരു സ്കെലിറ്റണും കാര്യങ്ങളുമാണ്. ആന, ഡൈനോസേഴ്സ്, പിന്നെ ജിറാഫ്, ഇതിൻ്റെ എല്ലാം സ്കെലിറ്റൺ അവിടെ ഇങ്ങനെ നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പണി കഴിപ്പിച്ച മ്യൂസിയമാണിത്. അതുകൊണ്ട് അത് പക്ഷേ എല്ലാ സാധനങ്ങളും ഇവർ ഇതേപോലെ സെയിം ആയിട്ട് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം അവിടെ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ശരിക്കും നോക്കിയാൽ അത് ശരിക്കുള്ള ഒറിജിനൽ ഗൊറില്ല തന്നെയാണ്. അതിന് ശേഷം അത് ചത്തതിന് ശേഷം അതിനെ അവർ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഒരുപാട് കല്ലുകൾ അങ്ങ് ചന്ദ്രനിൽ നിന്ന് തൊട്ട് ഇങ്ങ് കടലിൻ്റെ അടിയിൽ വരെയുള്ള കല്ലുകളും എല്ലാ ക്രിസ്റ്റൽസും അവിടെയുണ്ട്. ഇതാണ് ഏറ്റവും വലിയ ഒരു ഡൈനോസേഴ്സിൻ്റെ സ്കെലിറ്റനാണ് അവിടെ തൂക്കിയിട്ടേക്കുന്നത്. ഒരുപാട് കമ്പികൾ കെട്ടി അത് വെച്ചേക്കുന്നത്. ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഡൈനോസേഴ്സിൻ്റെ സ്കെലിറ്റൻ തന്നെയാണ് കേട്ടോ. ഒരുപാട് പേര്, അതായത് സുവോളജി, ഹിസ്റ്ററി, ജോഗ്രഫി ഇതെല്ലാം പഠിക്കാൻ താല്പര്യമുള്ളവരും ആ വിഷയങ്ങൾക്കും എല്ലാം താല്പര്യം ഉള്ളവർക്കൊക്കെ പോയിട്ട് കാണാൻ വേണ്ടി പറ്റിയ നല്ലൊരു സ്പോട്ടും കൂടെയാണ്. കയറാൻ വേണ്ടിയിട്ട് എൻട്രൻസിന് അവിടെ നമ്മളൊരു 15 മിനിറ്റ് ക്യൂ നിന്നു. അതിന് ശേഷം പക്ഷേ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര നേരം വേണേലും അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു കുഴപ്പമില്ല. ഇത് കണ്ടോ, ഏറ്റവും വലിയൊരു ജിറാഫിൻ്റേതാണ്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ്. ഇങ്ങനത്തെ ഓരോ ജീവികളെയെല്ലാം കണ്ട് അതെന്താണെന്ന് ചോദിച്ച് ആ കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് പോകാൻ പറ്റും. വലിയ ഷാർക്കിനെയൊക്കെ പിടിച്ച് ചില്ല് കുപ്പിക്കകത്ത് ഇട്ട് വെച്ചേക്കുന്നതുണ്ടോ അവിടെ. അതേപോലെ തന്നെ സീയിൽ നിന്ന് കിട്ടിയ ഒരുപാട് ഐറ്റംസ് ഇവിടെയുണ്ട്. ഫോട്ടോ എടുക്കാൻ റെസ്ട്രിക്ഷനൊന്നുമില്ല, അതുകൊണ്ട് എല്ലാവരും ഭയങ്കര പോസിങ് ആയിരുന്നു. ഞങ്ങൾ 2 ഫാമിലി ആയിട്ടാണ് പോയത്. നമുക്കിങ്ങനെ പോകുമ്പം നമ്മൾ ഒരുപാട് പേരെ കണ്ട് നമ്മളിവിടെ തന്നെ നോക്കിയാൽ അറിയാം, എല്ലാ തരത്തിലുള്ള എല്ലാ രാജ്യത്തു നിന്നുമുള്ള ആൾക്കാർക്ക് വന്നിറങ്ങിയിട്ട് പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്പോട്ടാണ്. ഇവിടെയൊക്കെ തന്നെ പിള്ളേരെയും കൊണ്ട് നമുക്ക് പോകുമ്പോഴാണ് പ്രശ്നം. ഈ ട്രോളിയും കൊണ്ട് പോകുന്നവർക്കൊക്കെ അതിൻ്റെ അകത്തൂടെ ട്രോളിയും കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് അത് ഈസിയാണ്. ട്രോളി ഉള്ളവർക്കൊക്കെ കുട്ടികളെ കൊണ്ട് പോകാൻ ഈസിയാണ്. പിന്നെ മുകളിലത്തെ നിലയിലാണ് നമ്മൾ പക്ഷികളും മറ്റ് ഇത് കണ്ടോ, കോഴി, പ്രാവ്, പരുന്ത്, കഴുകൻ, അങ്ങനത്തെ നമ്മുടെ മയിൽ ഉൾപ്പെടെ ഒരുപാട് പക്ഷികളെയാണ് ഇവിടെ സ്റ്റാച്യു പോലെ വെച്ചേക്കുന്നത്. ഇത് കണ്ടാൽ സ്റ്റാച്യു ആണെന്നേ പറയത്തുള്ളൂ, പക്ഷേ ഇത് ഡെഡ് ആയതിനു ശേഷം അവർ സേവ് ചെയ്ത് വെച്ചേക്കുന്നു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. കറക്റ്റുള്ള കാര്യം എന്താണെന്ന് എനിക്കും അറിയത്തില്ല. നമ്മളുടെ ഒരുപാട് റോക്സ് ഉണ്ട് കേട്ടോ, ഉൽക്കയായിട്ട് കിട്ടിയതും അതല്ലാതെ കടലിൻ്റെ അടിയിൽ നിന്ന് വരെ എടുക്കുന്ന ക്രിസ്റ്റൽസും ഒത്തിരി രത്നങ്ങളും എല്ലാം തന്നെ ഇവരിവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഇതിലൊക്കെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും, പക്ഷേ ചില കാര്യങ്ങളൊക്കെ അവർ ഇതേപോലെ ഇതെല്ലാം ഈ ഗ്ലാസ്സിനകത്ത് വെച്ചേക്കുന്നതാണ് കുറേ കാര്യങ്ങളൊക്കെ. അപ്പം എന്തായാലും നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. എൻട്രൻസ് ഫ്രീ ആയതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്പോട്ടാണിത്. അപ്പം ഇത് ഒരുപാട് ബട്ടർഫ്ലൈസ്, പിന്നെ ഇവിടെയൊന്നും ഇങ്ങനത്തെ ബട്ടർഫ്ലൈസിനെ ഒന്നും കാണാത്ത കുട്ടികൾക്ക് അവിടെയൊക്കെ ചെന്നിട്ട് നോക്കാം. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. നമ്മൾ തുമ്പി, ഇതേപോലെ ബട്ടർഫ്ലൈ, ഇതിനെല്ലാം ഇവർ ഇതുപോലെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് കേട്ടോ. ഇതാണ് അപ്പം നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. ഞങ്ങളും അവിടെ വന്നൊരു ക്ലിക്ക് ചെയ്തു. എന്തായാലും നിങ്ങൾക്കും പോയി കാണാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ടാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.